ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെയാണ് ചിന്തിച്ചത്. മൽക്കീസദേക്കിനെ കുറിച്ച്, അദ്ദേഹം എന്തുകൊണ്ടാണ് ഉന്നതനായിരിക്കുന്നത് എന്ന് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ യേശു ക്രിസ്തു ആരാണ്, മൽക്കീസദേക്കിനെ പോലെയുള്ള ഒരു പുരോഹിതൻ എന്ന് പ്രാരംഭമായിട്ട് ചിന്തിപ്പാനായിട്ട് ഇടയായി. ഇന്ന് നമ്മൾ അതിന് ബാക്കിയായിട്ട് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പ്രാരംഭ ചിന്തയ്ക്കായിട്ട് ആധാരമായി എബ്രായ ലേഖനം 7-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ മലയാളം കണ്ടംപററി വേർഷനിൽ നിന്ന്, മലയാള സമകാലീന വിവർത്തനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. അദ്ദേഹം എത്ര മഹാൻ എന്ന് കാണുക. ഇസ്രായേലിന്റെ പൂർവ്വപിതാവായ അബ്രഹാം പോലും യുദ്ധത്തിൽ സ്വായത്തമാക്കിയ സമ്പത്തിന്റെ ദശാംശം അദ്ദേഹത്തിന് കൊടുത്തു. ലേവിയുടെ പിൻഗാമികളിൽ പുരോഹിതന്മാരാകുന്നവർ ജനങ്ങളിൽ നിന്ന്, അതായത് സ്വസഹോദരങ്ങളിൽ നിന്ന് തന്നെ, അവരും അബ്രഹാമിന്റെ വംശജർ ആയിരുന്നിട്ട് പോലും ദശാംശം വാങ്ങാൻ ന്യായപ്രമാണത്തിൽ കൽപ്പനയുണ്ട്. എന്നാൽ മൽക്കീസദേക്ക് ഇവരുടെ വംശത്തിലൊന്നും ഉൾപ്പെടാത്തവനായിരുന്നിട്ടും അബ്രഹാമിൽ നിന്ന് ദശാംശം സ്വീകരിക്കുകയും ദൈവീക വാഗ്ദാനങ്ങൾ പ്രാപിച്ചിരുന്ന അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഉയർന്നയാളാണ് താണയാളെ അനുഗ്രഹിക്കുക എന്നതിൽ തർക്കമില്ലല്ലോ. ഇപ്പോൾ ലേവ്യ പുരോഹിതർ ദശാംശം വാങ്ങുന്നു. അവർ മരണവിധേയരായ മനുഷ്യർ. അവിടെയോ സദാ ജീവിക്കുന്നെന്ന് സാക്ഷ്യം പ്രാപിച്ചയാൾ തന്നെ ദശാംശം വാങ്ങി. ദശാംശം സ്വീകരിക്കുന്നവനായ ലേവി തന്നെ അബ്രഹാമിലൂടെ ദശാംശം നൽകി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൽക്കിസേദെക്ക് അബ്രഹാമിനെ എതിരേറ്റപ്പോൾ ലേവി തന്റെ പൂർവികനായ അബ്രഹാമിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മള് ആ ചിന്താഭാഗത്തിലേക്ക് വരികയാണ്. അവിടെ എബ്രായ ലേഖകൻ മൽക്കീസദേക്കിന്റെ ഔന്നത്യം, പൗരോഹിതൻ, മൽക്കീസദേക്കിന്റെ പുരോഹിതനാകുന്ന അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ ഔന്നത്യം കാണിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ്. ദശാംശത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അബ്രഹാം മൽക്കീസദേക്കിന് ആ യുദ്ധത്തിൽ ജയിച്ചു വന്ന സമ്പത്തിൽ നിന്ന് 1/10 നൽകുവാനായിട്ടിടയായി. ഈ ദശാംശങ്ങളുടെ കഥ പറയുന്നത്, അല്ലെങ്കിൽ ആ ദശാംശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് സംഖ്യാപുസ്തകം 18-ാം അധ്യായം 20-21 വാക്യങ്ങളിലാണ്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ യഹോവ അഹരോനോട് അരുളി ചെയ്തു, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശവും അവരുടെ ഇടയിൽ യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ആകുന്നു നിന്റെ അവകാശവും നിന്റെ ഓഹരിയും. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ചെയ്യുന്ന വേലയ്ക്ക് പകരമായി ഞാൻ ലേവ്യർക്ക് ഇസ്രായേലിലെ ദശാംശം മുഴുവനും അവകാശമായി നൽകുന്നു. അവിടെ ആണ് ഈ ദശാംശത്തിന്റെ വ്യവസ്ഥ തുടങ്ങുന്നത്. ഇവര് നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ യാതൊരു വസ്തുവകകളും ലേവ്യർക്ക് കൊടുക്കുന്നില്ല. മറിച്ച് പറയുകയാണ്, കർത്താവ് യഹോവ അഹരോനോട് പറയണം, ഞാനാകുന്നു നിന്റെ അവകാശം, ഞാനാകുന്നു നിന്റെ ഓഹരി. അപ്പോൾ അവർ സമാഗമ കൂടാരത്തിൽ ചെയ്യുന്ന സകലതിനും 1/10
ദശാംശം ആ ശുശ്രൂഷകൾ നിമിത്തമായിട്ട് തുടങ്ങും. എന്ന് പറഞ്ഞാൽ എത്രനാൾ ഈ ശുശ്രൂഷയുണ്ടോ, എത്രനാൾ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നോ, അതിന് പ്രതിഫലമെന്നോണം, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പ്രതിഫലമെന്നോണം അവർക്ക് എന്ത് കൊടുക്കുകയാണ്? ദശാംശം എന്ന വ്യവസ്ഥ കൽപ്പിച്ച നിയമമാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിന്റെ ആ ദശാംശ എന്ന ആ വ്യവസ്ഥ ദൈവം കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഈ മൽക്കീസദേക്ക് ഉന്നതനാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ലേവ്യരോടാണ് ദശാംശത്തിന്റെ വ്യവസ്ഥയും നിയമങ്ങളും ദൈവം പറയുന്നത്. അത് മൽക്കീസദേക്ക് എന്ന് പറയുന്ന ആ മനുഷ്യൻ വന്നതിന് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഗോത്രങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ ലേവ്യ ഗോത്രം ഉണ്ടാകുന്നതൊക്കെ. ഇവിടെ ലേവ്യർ തന്റെ സഹോദരന്മാരിൽ നിന്ന് ദശാംശം സ്വീകരിക്കുകയാണ്. എന്നാൽ മൽക്കീസദേക്ക് അപരിചിതനായിരുന്നിട്ട് കൂടി അബ്രഹാമിനാൽ ദശാംശം സ്വീകരിക്കപ്പെടുകയാണ്. ഇപ്പോ ഈ യഹൂദന്മാർ ഹോൾഡ് ഓൺ ചെയ്യുന്നത്, പിടിച്ചുകൊണ്ടിരിക്കുന്നത് പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ തന്നെ നമ്മൾ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഇവർ തിരിച്ചു പോകുന്നത് യഹൂദ മതത്തിനകത്ത് പൗരോഹിത്യമുണ്ട്, കാണാൻ ചിലതുണ്ട്, കേൾക്കാൻ ചിലതുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. എന്നാൽ കർത്താവ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, എബ്രായ ലേഖകൻ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുകയാണ്, മൽക്കീസേദെക്ക് നിങ്ങൾ പറയുന്ന പുരോഹിതന്മാരെക്കാളൊക്കെ ഉന്നതനാണ്. അവൻ യേശു ക്രിസ്തുവിന് സമനായിട്ട് പഴയ നിയമത്തിൽ നിൽക്കുന്നു എന്ന് വരച്ചു കാണിക്കുകയാണ്. അതാണ് ഉദ്ദേശം. അത് മറന്നു പോകരുത്. എന്തിനാണ് ഇത് എഴുതിയതെന്ന് മറന്നു പോകരുത്. മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഈ യഹൂദ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, ഉയർന്നവനാണ് താണവനെ അനുഗ്രഹിക്കുന്നത്. അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഉയർന്നയാളാണ് താണയാളെ അനുഗ്രഹിക്കുക എന്നതിൽ തർക്കമില്ല. അപ്പൊ അങ്ങനാണെങ്കിൽ നിങ്ങളുടെ പിതാവായ, നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ സ്ഥാപകനായ അബ്രഹാം ഈ മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. മൽക്കീസദേക്ക് അബ്രഹാമിനേക്കാൾ ഉന്നതനായതുകൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അപ്പോ അത് കാണിച്ചിട്ട് പറയുകയാണ്, മൽക്കീസദേക്ക് ലേവ്യ പൗരോഹിത്യ, നിങ്ങൾ പറയുന്ന ഈ പുരോഹിത വ്യവസ്ഥയേക്കാളൊക്കെ ഉന്നതനാണ് എന്ന് തെളിയിക്കുകയാണ്. അടുത്തത് കാണിക്കുന്നത് ലേവ്യർ മരിക്കുന്നവരാണ്, മൽക്കീസദേക്ക് എന്നേക്കും ജീവിക്കുന്നു എന്ന ഒരു വാക്യം അവിടെ ഉണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ വംശാവലിയെക്കുറിച്ചോ അപ്പനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒന്നും എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മൽക്കീസദേക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്നാ മരിച്ചത് അറിയില്ല, എന്നാ ജനിച്ചത് അറിയില്ല, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ലേവ്യ പുരോഹിതന്മാരോ അവരെല്ലാം മരിച്ചു പോകുന്ന മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ ഈ ലേഖകൻ ഓരോന്നായി എടുത്തു കാണിക്കുകയാണ്. 5 വ്യത്യാസങ്ങളാണ് ലേഖകൻ ഇവിടെ കൊണ്ടുവരുന്നത്. ഒന്ന്, ആരൊക്കെ തമ്മിൽ? മൽക്കീസദേക്കും ലേവ്യരും തമ്മിലുള്ള 5 വ്യത്യാസങ്ങൾ. ഒന്ന്, ലേവ്യർ ദശാംശം മേടിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അവർക്ക് ആ ഒരു അവകാശം മാത്രമേ ഉള്ളൂ.
എന്നാൽ മൽക്കീസദേക്ക് ദശാംശം പ്രാപിച്ചത് അബ്രഹാമിലാണ്, അബ്രഹാമിൽ നിന്നാണ്. മൽക്കീസദേക്ക് ലേവി ഗോത്രത്തിൽപ്പെട്ട ആളല്ല. രണ്ടാമത്തത്, അല്ലെങ്കിൽ അബ്രഹാമുമായിട്ട് ബന്ധമുള്ള ആളല്ല. രണ്ടാമത്തത്, ലേവ്യർക്ക് ദശാംശം കൊടുക്കുന്നത് തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേലുകാരാണ്. എന്നാൽ മൽക്കീസദേക്ക് ഒരു ഇസ്രായേലിനല്ല, ഒരു അപരിചിതനാണ്, പരദേശി പോലെ ഒരു അന്യദേശനാണ്. പക്ഷേ അദ്ദേഹത്തിന് ദശാംശം കൊടുത്തത് ഒരു സാധാരണ ഇസ്രായേലല്ല, മറിച്ച് അബ്രഹാം തന്നെ, രാജ്യത്തിന്റെ സ്ഥാപകൻ തന്നെയാണ്. 3, ലേവ്യർക്ക് ദശാംശം കിട്ടിയത് നമ്മൾ നേരത്തെ വായിച്ച സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവം ഇറക്കിയ നിയമപ്രകാരമാണ് അവർക്ക് ദശാംശം കിട്ടിയത്. എന്നാൽ മൽക്കീസദേക്കിന് താൻ ആരാണ് എന്നുള്ളതിന്റെ പേരിലാണ് ദശാംശം കിട്ടിയത്. തനിക്ക് ദശാംശം പ്രാപിപ്പാൻ, അല്ലെങ്കിൽ ദശാംശം ലഭിക്കാൻ അത്രയധികം വ്യക്തിപരമായ ഔന്നത്യം തന്നെ ലൈഫിൽ ഉണ്ടായിരുന്നു. 4, ലേവ്യർ മരിച്ചു പോകുന്ന മനുഷ്യരാണ്. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ മൽക്കീസദേക്ക് എന്നേക്കും ജീവിക്കുന്നു. എന്തുകൊണ്ട്? എന്ന് ജനിച്ചു, എന്ന് മരിച്ചു, അപ്പനുണ്ടോ അമ്മയുണ്ടോ, ഇതൊന്നും എഴുതിയിട്ടില്ല. 5, അബ്രഹാമിന്റെ വംശാവലിയിലുള്ളയാളാണ് ലേവി, അല്ലെ? ആ ലേവി അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ തന്റെ ശരീരത്തിനകത്ത് ആ ലേവി ഉണ്ട്. അബ്രഹാമിൽ നിന്നാണല്ലോ ഈ തലമുറകളെല്ലാം പിൽക്കാലത്ത് അബ്രഹാമിലൂടെ ഇസഹാക്ക്, ഇസഹാക്കിലൂടെ യാക്കോബ്, യാക്കോബിലൂടെ നമ്മുടെ ഗോത്രപിതാക്കന്മാർ, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോ ഈ എബ്രായ ലേഖകൻ പറയുകയാണ്, അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ തന്നെ ഈ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ദശാംശം വാങ്ങിക്കുന്ന ലേവി പോലും ഉണ്ടായിരുന്നു. അങ്ങനാണെങ്കിൽ ലേവിമാർക്ക് ദശാംശം കൊടുത്തിട്ടുണ്ട്, മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, മൽക്കീസദേക്ക് അബ്രഹാമിനേക്കാൾ ഉന്നതനാണ്. അപ്പൊ ഇത് വരച്ച് കാണിക്കുന്നതിന്റെ ഉദ്ദേശം പൗരോഹിത്യത്തിന്റെ മഹത്വം പറയുന്ന യഹൂദ ക്രിസ്ത്യാനികൾ, പിന്മാറ്റത്തിന്റെ പാതയിലേക്ക് കടന്നു പോകുന്ന യഹൂദ ക്രിസ്ത്യാനികളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ശരിയാണ്, പൗരോഹിത്യം ഉണ്ടായിരുന്നു, അത് ഭയങ്കര സംഭവമാണ്, ദൈവം സ്ഥാപിച്ചതാണ്, ഒക്കെ ശരിയെങ്കിലും ലേവി പോലും വംശാവലി ഇല്ലാത്ത, മരണമില്ലാത്ത, ജീവനില്ലാത്ത, അല്ലെങ്കിൽ ക്ഷമിക്കണം, അതിനെക്കുറിച്ച് പരാമർശമില്ലാത്ത, ജനനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും പരാമർശമില്ലാത്ത മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. അപ്പോ ആരാണ് മൽക്കീസദേക്ക്? നിങ്ങളുടെ ലേവ്യരെ പൗരോഹിത്യ സിസ്റ്റത്തെക്കാൾ വലിയവനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. എന്തിനാ സ്ഥാപിക്കുന്നേ? അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്, യേശു ക്രിസ്തു അതുപോലെ ഉന്നതനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതിനകത്ത് ഒരു ചെറിയ മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശം. അബ്രഹാം ദശാംശം കൊടുത്തു, അല്ലെ? ലേവി അകത്തുണ്ട്. ലേവി എന്ന കൊച്ചു കൊച്ചു മകൻ പുറത്തു വന്നപ്പോ ലേവിക്ക് തിരിച്ചു കിട്ടുക ദൈവത്തിന് കൊടുത്തതുപോലെ അബ്രഹാം എന്ത് ചെയ്തു? ഒരു മനുഷ്യന് കൊടുത്തപ്പോൾ തന്റെ 4-ാം തലമുറയിൽ കൊച്ചു കൊച്ചു മകന്, ആ ഗോത്രത്തിന് എന്ത് ചെയ്യുകയാണ്? ഇത് തിരിച്ചു കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഉണ്ട്. നമ്മൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് അതൊരു നന്മ ഉണ്ടാകും, അതിൻ്റെ ഒരു ഭാഗം.
നമ്മൾ ആർക്കെങ്കിലും ഒരു അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹം വേറൊരു വശത്ത് ദൈവം ഒരുക്കിയിരിക്കും. അത് നാം മറന്നു പോകരുത്. നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് അത് അഫക്റ്റ് ചെയ്യും, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഒരു അബ്രഹാം ദശാംശം കൊടുത്തപ്പോ തൻ്റെ കൊച്ചു കൊച്ചു മകൻ ആ ഗോത്രം മുഴുവൻ ദശാംശം മേടിക്കുന്ന ലെവലിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. ഇപ്പൊ നമ്മൾ പിന്നെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ലേവി ഗോത്രത്തോട് പറയുന്നുണ്ട്, നിന്റെ ഓഹരി ഞാനാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം ദൈവത്തിൻ്റെതാണ്. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, യു ആർ മൈ പോർഷൻ. നിന്റെ അവകാശവും നിന്റെ ഓഹരിയും നിന്റെ ഇൻഹെറിറ്റൻസും നിന്റെ പോർഷനും ഞാനാണ്. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ അവകാശവും ഓഹരിയും ആരാണ്? ദൈവമാണ്. അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വല്യപ്പൻ ഒരു വില കൊടുത്തു, അത് കാണാതെ പോകുന്ന ദൈവമല്ല. രണ്ട്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ കാര്യത്തിന്റെ ഉത്തരവാദിത്തം അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവിടുന്നാണ് നമുക്ക് പ്രൊവൈഡർ, യാവേ ജൈറ, യഹോവ ഈരെ, അല്ലേ, നമുക്ക് വേണ്ടി കരുതുന്നവൻ. സ്തോത്രം. അത് ഇതിൽ നിന്ന് നമുക്ക് പിന്നെയും മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. ഇനി 110 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി 110 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 110:4, യഹോവ ശപഥം ചെയ്തിരിക്കുന്നു, ആ ഉടമ്പടി അവിടുന്ന് ലംഘിക്കുകയില്ല. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അങ്ങ് എന്നേക്കും പുരോഹിതനായിരിക്കും. ഇത് പറയുന്നത് നമുക്കറിയാം, സങ്കീർത്തനം, ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 110 സങ്കീർത്തനം. ദാവീദിന്റെ സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മഷിഹൈക പ്രവചനങ്ങൾ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ദാവീദ് പറയുകയാണ്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം, ഓർഡറില്ല, നീ എന്നേക്കും ഒരു പുരോഹിതൻ. അപ്പോ മൽക്കീസദേക്കിന്റെ ഓർഡറിലാണെങ്കിൽ അബ്രഹാമിനേക്കാൾ യേശു ആരാണ്? ഉന്നതനാണ്, അല്ലേ? അതുകൊണ്ട് അബ്രഹാം എന്റെ നാൾ കാണുവാൻ കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ യഹൂദന്മാർ കല്ലെടുത്തത്, അബ്രഹാമിനേക്കാൾ വലിയവൻ. ഒരു വ്യവസ്ഥയും കാരണമല്ല, വ്യക്തിപരമായ മഹത്വമുള്ള ദൈവം, അല്ലെ, സാക്ഷാൽ വചനമാകുന്നവൻ, കർത്താവാകുന്നവൻ. ഈ പുരോഹിതന്മാരെല്ലാം മരിച്ചു പോകുന്നവരാണ്, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരു നല്ല ദൈവം. ഇതെല്ലാം തെളിയിക്കാൻ വേണ്ടിയാണ് ലേഖകൻ മൽക്കീസദേക്കിനെ എടുത്തുകൊണ്ട് തിരിച്ചു പറയുന്നത്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ, ബാക്കി അന്ന് ആ കാലഘട്ടത്തിൽ കാണുന്ന പൗരോഹിത്യം അഹരോന്റെ തലയിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകം പോലെ ആ ഗോത്രത്തിൽ ഇങ്ങനെ തളം കെട്ടി പോകുമ്പോൾ അഹരോന്റെ മകൻ അങ്ങനെ 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 ആ ലേവി ഗോത്രം അങ്ങനെ
ഒക്കെ, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ നിന്ന് അഹരോൻ, അങ്ങനെ അങ്ങനെ ആ ഒരു ലീനിയേജ് ഇങ്ങനെ കൈമാറി കൈമാറി പോകുമ്പോ ഇവിടെ ലേഖകൻ യേശു കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ തുടങ്ങുന്നത്, ഓർഡർ തുടങ്ങുന്നത് മൽക്കി സദേക്കിലാണ് എന്ന് പറയുകയാണ്, തെളിയിക്കുകയാണ്. യേശു കർത്താവ് പുരോഹിതനാകുന്നതിന്റെ ഒന്നാമത്തെ ആള്, അല്ലെങ്കിൽ ആ ഓർഡറിലെ ഒന്നാമത്തെ ആള് ലേവി അല്ല. യേശു കർത്താവ് യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ്. ഒന്നാമത് നിൽക്കുന്നത് മൽക്കി സദേക്കാണ് എന്ന് പറയുകയാണ്. ആ ഓർഡറിലാണ്, ആ ക്രമത്തിലാണ് കർത്താവ് പുരോഹിതനാകുന്നത് എന്ന് പറയുകയാണ്. ആമേൻ. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. 7-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വചനഭാഗം. ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കിയുള്ള ലേവ്യ പൗരോഹിത്യത്താൽ ഉദ്ദേശിച്ച സമ്പൂർണത കൈവരുമായിരുന്നെങ്കിൽ ലേവിയുടെയും അഹരോന്റെയും പൗരോഹിത്യ ക്രമത്തിന് പുറമേ നിന്ന് മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം ഒരു പൗരോഹിത്യം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? പൗരോഹിത്യത്തിന് മാറ്റം വരുമ്പോ ന്യായപ്രമാണത്തിനും മാറ്റം വരണം. നമ്മുടെ പ്രതിപാദ്യ വിഷയമായവൻ വേറൊരു ഗോത്രത്തിൽപ്പെട്ടയാളാണ്. ആ ഗോത്രത്തിൽ നിന്ന് ആരും യാഗപീഠത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടില്ല. നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിൽ ജനിച്ചു എന്നത് സുവ്യക്തമാണല്ലോ. മോശ ആ ഗോത്രത്തെക്കുറിച്ച് പൗരോഹിത്യ സംബന്ധമായി യാതൊന്നും കൽപ്പിച്ചിട്ടില്ല. മൽക്കി സദേക്കിന് തുല്യനായി വേറൊരു പുരോഹിതൻ വന്നാൽ ഞങ്ങൾ പറയുന്ന ഇക്കാര്യം അധികം വ്യക്തമാകും. അദ്ദേഹം പുരോഹിതനായി തീർന്നത് തന്റെ കുടുംബ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അനശ്വരമായ ജീവന്റെ ശക്തി തന്നിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം അങ്ങ് എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് സാക്ഷീകരിച്ചിട്ടുണ്ട്. ദുർബലവും നിഷ്പ്രയോജനവുമായ പഴയ കൽപ്പന നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. പകരം ദൈവത്തോടടുക്കാൻ നമ്മെ സഹായിക്കുന്ന ശ്രേഷ്ഠതരമായ ഒരു പ്രത്യാശ സ്ഥാപിക്കപ്പെടുന്നു. കാരണം ന്യായപ്രമാണം ഒന്നിനും പരിപൂർണത നൽകുന്നില്ല. മറ്റുള്ളവരുടെ ശപഥം കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. എന്നാൽ ഈ പൗരോഹിത്യം ഉറപ്പിക്കപ്പെട്ടത് ശപഥം കൂടാതെ അല്ല. നമ്മൾ ഈ പാസേജ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മതത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരു സുഹൃത്ത് എന്നതുപോലെ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ആക്സസ് ലഭിക്കുന്ന സ്ഥലമാകണം മതം. അപ്പൊ പഴയ യഹൂദ മതം ഡിസൈൻ ചെയ്തിരുന്നത് രണ്ട് രീതിയിലാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ, ദൈവവും നമ്മളും തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് യഹൂദ മതം സ്ഥാപിക്കപ്പെട്ടത്. അതിന് രണ്ട് വഴികളുണ്ട് കൂട്ടായ്മയ്ക്ക്. ഒന്ന്, ന്യായപ്രമാണത്തെ അനുസരിക്കുക. ഒരു മനുഷ്യൻ ന്യായപ്രമാണത്തെ അനുസരിച്ചാൽ അവൻ ദൈവത്തിന്റെ സുഹൃത്താണ്. രണ്ടാമത്, പൂർണ്ണമായ തികഞ്ഞ ഒരു അനുസരണം എന്ന് പറയുന്നത് ചോദിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. ആരും ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ടില്ല. അങ്ങനെയുള്ളത് കൊണ്ട് യാഗവ്യവസ്ഥ വന്നു. അതാണ് രണ്ടാമത്തെ വഴി. അപ്പോൾ ഒന്നാമത്തെ വഴി എന്താണ്? ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് അങ്ങ് അനുസരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ചർച്ചിൽ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്യുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്ന വിശ്വാസിയെ വെച്ച് കമ്പയർ ചെയ്താണ്. ദൈവദാസന്മാരെ കമ്പയർ ചെയ്യുന്നത് മറ്റുള്ള ദൈവദാസന്മാരെ വെച്ചിട്ടാണ്. എന്നാൽ അങ്ങനെയല്ല നമ്മളായിരിക്കേണ്ടത്.
ദൈവവചനം വെച്ച് വേണം നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ. കണ്ണാടി പോലെ കാണണം. അപ്പൊ ഇവിടെ ഒരു മനുഷ്യന് പൂർണ്ണമായിട്ട് ന്യായപ്രമാണം അനുസരിച്ച് അവൻ ദൈവത്തിന്റെ സുഹൃത്തായി, കൂട്ടുകാരനായി. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനും തികവോടെ ദൈവത്തെ അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് യാഗവ്യവസ്ഥ വന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ന്യായപ്രമാണം, ഒരു ലോ ഒരു മനുഷ്യൻ ലംഘിക്കുമ്പോൾ, കുറ്റവാളിയായി തീരുമ്പോൾ, ആ ബന്ധത്തെ അല്ലെങ്കിൽ ആ വന്ന ച്യുതിയെ സൗഖ്യമാക്കാൻ, ആ വന്ന മുറിവിനെ, ആ ലംഘനത്തെ ഒന്ന് സൗഖ്യമാക്കാൻ ന്യായപ്രമാണം ആവശ്യമായിരുന്നു. അപ്പോ ഈ ജനം ലേവ്യ പൗരോഹിത്യത്താലാണ് ജനമായി തീർന്നത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ലേവ്യര് യാഗം കഴിക്കാതെ, പാപപരിഹാരത്തിനുള്ള യാഗം കഴിക്കാതെ ന്യായപ്രമാണത്തിനകത്ത് ജീവിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അപ്പൊ ശ്രദ്ധിക്കണം, പഴയ നിയമം എന്ന് പറയുന്ന ന്യായപ്രമാണം ജനത്തിന് കൊടുക്കുമ്പോൾ അവർക്ക് ഇതിനകത്ത് യാഗവ്യവസ്ഥ ഇല്ലാതെ അതിന്റെ കീഴിൽ ജീവിക്കാൻ പറ്റില്ല. കാര്യം ആരും പെർഫെക്റ്റ് അല്ല. മനുഷ്യൻ പാപത്തിൽ ജനിച്ചവനാണ്. ദാവീദ് പോലും പറയുന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഒരു മനുഷ്യൻ ജനിക്കുന്നത് പാപത്തിലാണ്. ആദാമിൽ നിന്ന് കൈമാറി വന്ന പാപം. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിനകത്ത് പറയുന്നത്, ആ പഴയ മനുഷ്യനെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്, പഴയ പൗലോസിനെ നോക്കിയിട്ട് പറയുകയാണ്, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ വരുന്നു. എൻ്റെ അകത്ത് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ആ റോമാലേഖനം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. റോമാലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചല്ല. അങ്ങനെ ചിന്തിക്കരുത്. അപ്പോ അവിടെ പറയുന്നത് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ക്ഷമിക്കണം, 7-ാം അധ്യായമാണ്, 7-ാം അധ്യായം, 6-ാം അധ്യായം അല്ല, 7:18 ഇപ്രകാരമാണ് പറയുന്നത്, എന്നിൽ, അതായത് എൻ്റെ മനുഷ്യ പ്രകൃതിയിൽ ഒരു നന്മയും വസിക്കുന്നില്ല. എൻ്റെ മനുഷ്യ പ്രകൃതിയിൽ ഒരു നന്മയും വസിക്കുന്നില്ല. നന്മ പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, 19-ാമത്തെ വാക്യം 7-ന്റെ, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. അങ്ങനെ ആഗ്രഹിക്കാത്തതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തോ ഉണ്ട്, ന്യായപ്രമാണത്തിൽ ജീവിക്കുമ്പോ ഉള്ളിൽ വസിക്കുന്നത് എന്താണ്? പാപമാണ്. റോമാലേഖനം 7:21, അതുകൊണ്ട് നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തിന്മ എന്നൊരു തത്വം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 22, എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവിക ന്യായപ്രമാണത്തിൽ ആഹ്ലാദിക്കുന്നു. വചനം വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പുതിയ നിയമമല്ല, ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എൻ്റെ ബുദ്ധിയോട് പോരാടുന്ന മറ്റൊരു തത്വം എൻ്റെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്നെന്ന് ഞാൻ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രഭാവത്തിന് എന്നെ അടിമയാക്കുകയും ചെയ്യുന്നു. 24, ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് കാണിക്കാം.
റോമാലേഖനം 7-ാം അധ്യായം എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 21 തൊട്ട് ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾക്ക് കാണാമല്ലോ. അതുകൊണ്ട് നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തിന്മ എന്നൊരു തത്വം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല. ഓക്കെ, ഞാനത് വായിച്ചു വിടാം. 24-ാം വാക്യം. അയ്യോ, ഞാൻ എത്ര നിസ്സഹായൻ! മരണത്തിലേക്ക് എന്നെ നയിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് സ്വതന്ത്രനാക്കും? 25, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, ഞാൻ ബുദ്ധി കൊണ്ട് ദൈവിക ന്യായപ്രമാണത്തെയും ശരീരം കൊണ്ട് പാപത്തിന്റെ തത്വത്തെയും സേവിക്കുന്നു. ഇപ്പൊ എന്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? ന്യായപ്രമാണത്തിനകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് 7-ാം അധ്യായം അവസാനിച്ചിട്ട് 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ വിധത്തിൽ ക്രിസ്തുയേശുവിന്റെ വകയായി തീർന്നവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം ക്രിസ്തുയേശുവിനോട് ഏകീഭവിച്ചതിനാൽ ജീവൻ നൽകുന്ന ആത്മാവിന്റെ പ്രമാണം പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന പ്രമാണത്തിൽ നിന്നെന്നെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇപ്പൊ ഏത് പ്രമാണം എന്ത് ചെയ്തു? മാറി. 7-ാമത്തെ അധ്യായം, റോമാലേഖനം 7-ാം അധ്യായത്തിനകത്ത് പറയുന്നത്, എനിക്ക് ന്യായപ്രമാണം വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. രക്ഷിക്കപ്പെടാത്തവരോട് ചോദിച്ചാൽ അവരും പറയും, ബൈബിളിൽ നിന്നൊക്കെ 2 വാക്ക് കേൾക്കുമ്പോൾ എന്തോ സന്തോഷമാണ്. പക്ഷേ കാര്യത്തോടടുത്ത് വരുമ്പോ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപ സ്വഭാവം അടിമപ്പെടുത്തും. അതുകൊണ്ട് പൗലോസ് കരയുകയാണ്. പണ്ട് കരഞ്ഞതിനെ കുറിച്ച് പറയാം, അയ്യോ ഞാൻ എത്ര മറ്റ് നമ്മുടെ നോർമൽ വേർഷനിൽ എഴുതിയിരിക്കുന്ന, ഞാൻ അരിഷ്ട മനുഷ്യൻ അല്ലേ, മരണത്തിലേക്ക് എന്നെ നയിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് സ്വതന്ത്രനാക്കും? ശരിക്കും രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്നറിയാമോ? ഈ ഒപ്പീര് രക്ഷകളുണ്ട്, കുറെ ഒപ്പീര് രക്ഷകൾ. എവിടെങ്കിലും ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനകത്ത് കടന്നു പോകും, ദൈവദാസൻ സൗഖ്യം വേണ്ടവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അന്നേരം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ ഇപ്പോൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ ഇപ്പോൾ സൗഖ്യം കിട്ടും എന്ന് പറയും. അപ്പൊ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കും. എന്തുവാ സംഭവം? സൗഖ്യം കിട്ടണം. നിന്റെ ജീവിതം മാറണമെങ്കിൽ ഇപ്പോൾ യേശുവിനെ സ്വീകരിക്കണം എന്ന് പറയും. ജീവിതം ഒന്ന് മാറാൻ, പച്ച പിടിക്കാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് വ്യത്യാസം ഉണ്ടാകത്തില്ല. അങ്ങനെ സ്വീകരിച്ചവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, അവരുടെ പേഴ്സണൽ ലൈഫിനകത്ത് ബൈബിളിലെ വചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പാപം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്. ദേ ആർ അഡിക്റ്റഡ് ടു ദ പാഷൻസ് ഓഫ് ദിസ് വേൾഡ്. ലോകമോഹങ്ങൾക്ക് അവർ അധീനരാണ്. രക്ഷിക്കപ്പെട്ടെന്നൊന്നര അറിയാം. ഇനി രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് അറിയാമോ? രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന് റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ശിക്ഷാവിധി ഇല്ല ആർക്ക്? ക്രിസ്തേശുവിലുള്ളവർക്ക്. എന്തുകൊണ്ട്? 2-ാം വാക്യം, കാരണം ക്രിസ്തേശുവിനോട് ഏകീഭവിച്ചതിനാൽ ജീവൻ നൽകുന്ന ആത്മാവിന്റെ പ്രമാണം. എന്തോ തരുന്ന?
ജീവൻ നൽകുന്ന ആത്മാവിന്റെ പ്രമാണം. ഇന്നലെ വരെ ന്യായപ്രമാണത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് ഒരു വ്യത്യാസം വന്നു. അവിടെയാണ് ചേഞ്ച് വരുന്നത്. നേരത്തെ ന്യായപ്രമാണത്തിൽ ജീവിക്കുകയായിരുന്നു. ആ ന്യായപ്രമാണത്തിൽ ജീവിച്ചത് കൊണ്ട് എൻ്റെ ശരീരങ്ങളിൽ പാപത്തിന്റെ പ്രമാണം ഭരിച്ചിരുന്നു. അതെന്നെ മരണത്തിലേക്ക് നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് എന്ത് സംഭവിച്ചു? എന്നിൽ പരിശുദ്ധയാത്മാവിന്റെ പ്രമാണം വന്നു. സംഭവം അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ആ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ രക്ഷകൻ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് 2000 ആണ്ടിൽ എപ്പോഴോ മഴ പെയ്തപ്പോ ഏതോ ഒരു മീറ്റിംഗിൽ വെച്ച് ഞാൻ രക്ഷകനായിട്ട് സ്വീകരിച്ചെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആത്മാവിനാൽ ചേഞ്ച് വന്നിട്ടുണ്ടോ? പരിശുദ്ധയാത്മാവിനാൽ. ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ ന്യായപ്രമാണത്തിന്റെ കീഴിലാ. നമുക്ക് ന്യായപ്രമാണം ഇല്ല. നമ്മുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ജാതികളുടെ ന്യായപ്രമാണം നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാ. ആ മണ്ടൻ ഫിലോസഫിയില. അതിൽ നിന്ന് പുറത്തു വരണം. അതിൽ ജീവിച്ചത് കൊണ്ട് കാര്യമില്ല. ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തിലായിരുന്നു കുറെ നാളുകൾ. ഞങ്ങളെ പള്ളിയിലെ അച്ഛന്മാരിതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ബൈബിള് വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് മനസ്സിലായത്. എനിക്ക് അച്ഛന്മാരോടൊന്നും ഒരു വിരോധവും ഇല്ല. ഒരച്ഛനോടും വിരോധമില്ല. വളരെ സന്തോഷമേ ഉള്ളൂ എല്ലാവരെയും കാണുന്നതിൽ. പക്ഷെ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചത് കൊണ്ട് ഒരുത്തൻ ക്രിസ്ത്യാനി ആകത്തില്ല. ആകണമെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ഇന്റേണൽ ആന്തരിക വ്യത്യാസം വരണം. ആത്മനിയോഗത്തോടെ രക്ഷകനായിട്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളെ സീൽ ചെയ്യും, നിങ്ങളെ മുദ്ര ചെയ്യിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതോ ഇപ്പോഴും നാം പാപത്തിന്റെ സ്വഭാവത്തിന് അടിമകളാണോ? അവയവങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അങ്ങ് കീഴ്പ്പെടുക. നമ്മളല്ല, പരിശുദ്ധാത്മാവല്ല നിയന്ത്രിക്കുന്നത്, അവയവങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ അത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ പഴയ നിയമത്തിനകത്ത് ഇവര് സാക്രിഫിഷ്യൽ സിസ്റ്റം വെച്ചത്, യാഗവ്യവസ്ഥ. ഇവന്മാരെ കൊണ്ടൊന്നും, നമ്മളെ കൊണ്ടും പറ്റത്തില്ല, ഇവന്മാരെ കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ടും ന്യായപ്രമാണം സ്വന്തമായിട്ട് ആചരിക്കാൻ, പൂർണ്ണമായിട്ട് ആചരിക്കാൻ കഴിയില്ല. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ശരീരങ്ങളിൽ പാപത്തിന്റെ സ്വാധീനമുണ്ട്. പാപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപമാണ് നമ്മളിൽ വസിച്ചത്. പക്ഷേ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പാപത്തെ എടുത്ത് കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് കയറിയിരിക്കുകയാണ്. അതാ ലീഡിങ് ഫാക്ടർ. പരിശുദ്ധാത്മാവാകുകയാണ്. ഇവിടെ പുതിയ ഒരു പൗരോഹിത്യം ലേഖകനിലൂടെ സ്ഥാപിക്കപ്പെടുക. എന്താണ് അതിന്റെ അർത്ഥം? പഴയ നിയമം എന്ന് പറയുന്നത്, പഴയ പൗരോഹിത്യം എന്ന് പറയുന്നത് ബലഹീനമാണ്, യൂസ്ലെസ് ആണ്, ഒരു പ്രയോജനം ഇല്ല. പഴയ ന്യായപ്രമാണം നിമിത്തം ഒരു മനുഷ്യനും തികവുള്ള സാന്നിധ്യം, കൂട്ടായ്മ ദൈവവുമായിട്ട് അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ യാഗം കഴിച്ചത് കൊണ്ട് ആരെങ്കിലും ശരിയായിട്ടുണ്ടോ? എല്ലാ വർഷവും യാഗം കഴിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം തമ്പുരാൻ ഈ പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്തു. പഴയ സിസ്റ്റത്തെ തമ്പുരാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പുതിയ ഒരു പൗരോഹിത്യം സ്ഥാപിക്കുക യേശു ക്രിസ്തുവിലൂടെ. അതിലൂടെ നമുക്ക് ദൈവത്തോട് അടുത്ത് വരാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരാനായിട്ട് കഴിയും പൂർണ്ണമായിട്ട്.
ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെങ്കിലും പറയട്ടെ, കർത്താവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ പൗരോഹിത്യം പോലല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, കർത്താവ് തന്നെ യാഗമൃഗമായി, കർത്താവ് തന്നെ പുരോഹിതനായിട്ട് സംസാരിക്കുന്നു. ഇതാദ്യമായിട്ട് കേൾക്കുന്നവരോട് ഞാൻ പറയാം, പിതാവാം ദൈവത്തിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പുരോഹിത വേല ചെയ്യുന്നത് ഒറ്റ ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നില്ല, ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ നിയോഗത്തോടെ സിമ്പിളായിട്ട് പറയാം, ദൈവത്തിന്റെ വലഭാഗത്ത് നിന്നുകൊണ്ട് എന്റെയും നിന്റെയും പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്യുന്ന, മധ്യസ്ഥ ചെയ്യുന്ന ഒരേ ഒരു പുരോഹിതൻ യേശു ക്രിസ്തുവാണ്. അത് എങ്ങനെ സാധ്യമാകും ഓരോരുത്തരുടെ ലൈഫിൽ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഈ പാപപ്രമാണത്തിൽ നിന്നും, ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന മരണത്തിൽ നിന്നും വിടുതൽ വേണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ക്രിസ്തേശുവിന്റെ വകയായിട്ട് തീരണം. there is no other way. രക്ഷപ്പെടുക എന്നുള്ള വലിയ വാക്ക് ഞാൻ മാറ്റിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. ക്രിസ്തേശുവിന്റെ വകയായിട്ട് തീരണം. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ, ഇന്ന് വരെ വചനമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാ, വായിക്കുമ്പോൾ സന്തോഷമാ. ബൈബിള് തലയുടെ അടുത്ത് വെച്ച് കിടക്കും, 91-ാം സങ്കീർത്തനത്തിനകത്ത് ബുക്ക് മാർക്ക് വെക്കും, ഒക്കെ ഭയങ്കര സന്തോഷമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോ ഇന്നുവരെയും പാപത്തിന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട് കർത്താവിനെ അനുസരിക്കണമെന്ന്, പക്ഷേ ശരീരം കൊണ്ട് നിങ്ങളെ അതിൽ നിന്ന് അകറ്റുന്ന ഒരു ശക്തി പോലെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ രാത്രി മനസ്സിലാക്കണം, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വകയായിട്ടൊന്ന് തീരണം. യു നീഡ് ടു ബിക്കം ഹിസ് ഓൺ. യേശുവിന്റെ സ്വന്തമായിട്ടൊന്ന് തീരണം ഈ രാത്രി. പണ്ട് പേടി കൊണ്ട് ദൈവത്തെ പേടിച്ച ആളുകൾ മാറി നിൽക്കുകയായിരുന്നു. പാപത്താൽ ഇങ്ങനെ ഈ പഴയ പൗരോഹിത്യം ആളുകൾ പാപം ചെയ്യുമ്പോൾ ഇങ്ങനെ വർഷാവർഷം തങ്ങളുടെ പാപം ഓർത്തോർത്ത് ജീവിക്കുകയായിരുന്നു. പക്ഷെ യേശു കർത്താവ് രണ്ട് കാര്യങ്ങളെ മാറ്റുന്നു. എന്താ? ഭയം, രണ്ട് പാപം. ഇത് രണ്ടും മാറ്റുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യേശുവിന്റെ സ്വന്തമായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പള്ളിയിൽ പോകുന്നത് കൊണ്ട് കാര്യമില്ല. യേശുവിന് ഉള്ളത്തിൽ ഒരു പള്ളിയായി മാറണം. യേശുവിന് വസിക്കാൻ പറ്റുന്ന പള്ളികളായി നമ്മൾ മാറണം. അത് മാറുന്നത് അവന്റെ വകയാകുമ്പോഴാണ്. അങ്ങനെ വകയായി മാറിയാൽ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരും. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ അത് ജീവനിലേക്ക് നടത്തും. മരണത്തിലേക്കല്ല, ജീവനിലേക്ക് നടത്തും. അതിനായിട്ട് ഈ രാത്രിയിൽ ഒന്ന് ഏൽപ്പിക്കുക. എല്ലാവരും കണ്ണുകൾ ഒരു നിമിഷം അടച്ചാൽ, ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുത്താൽ, യേശു എന്ന മഹാപുരോഹിതൻ മാനുഷിക ബലഹീനമായ പൗരോഹിത്യ വ്യവസ്ഥിതികളെ എല്ലാം മാറ്റിമറിച്ച് കർത്താവ് തമ്പുരാൻ തന്നെ പൗരോഹിത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒറ്റ കാര്യമായി തീർന്നാൽ മതി, അവന്റെ വകയായിട്ട് തീരാൻ ഈ രാത്രി തയ്യാറാണെങ്കിൽ നമ്മുടെ ലൈഫിനെ മാറ്റാൻ, നമ്മുടെ ലൈഫിനെ സന്തോഷം, ശരിക്കുള്ള സന്തോഷം തരാൻ
നമ്മുടെ ലൈഫിനെ ജീവനിലേക്ക്, നമ്മുടെ ജീവിതത്തെ ജീവനിലേക്ക് നടത്താൻ കർത്താവ് ഒരു ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേര് തീരുമാനമെടുക്കും? ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യേശുവിന്റെ വകയായി തീർന്നിട്ടില്ലെങ്കിൽ ഈ രാത്രി പറഞ്ഞേ, കർത്താവേ, എന്റെ പാപത്തിന് പകരമായിട്ടാണ് അങ്ങ് മരിച്ചതെന്നും പാപത്തിന്റെ ശിക്ഷ അങ്ങ് ഏറ്റെടുത്തു എന്നും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുന്നു. ഇനി ഞാൻ ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടതില്ല എന്നതുകൊണ്ട് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നു മുതൽ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനായും എൻ്റെ കർത്താവുമായി അങ്ങേ സ്വീകരിക്കുന്നു. അങ്ങ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് എന്നെയും നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ തീരുമാനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. നമ്മെ കേൾപ്പിച്ചതായ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾക്കായിട്ട്